സുഹൃത്തുക്കളെ, ബോച്ചെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജയിലിനകത്ത് എങ്ങനെയായിരിക്കും ബോച്ച ജീവിക്കുക എന്നതിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കാരണം എനിക്ക് അനുഭവമുള്ളതാണ്. ശിവലിംഗത്തിൻ്റെ കേസിൽ എനിക്ക് 2000 രൂപ കോടതി ഫൈൻ അടിച്ചു. അപ്പോൾ എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ലായിരുന്നു. വിളിക്കാനാണെങ്കിൽ മൊബൈലിൽ ബാലൻസും ഇല്ല. അപ്പോൾ ഞാൻ ജഡ്ജിനോട് പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ലെന്ന്. അപ്പോൾ പറഞ്ഞു അകത്ത് കിടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ നേരെ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തി. അവിടെ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരുന്നു. അപ്പോഴൊന്നും എൻ്റെ കയ്യിൽ വിലങ്ങിട്ടിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ സബ് ജയിലിൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്ക്, ഇപ്പം തന്നെ ജയിലിലൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ അവിടെ ഭക്ഷണം കഴിച്ചു. ഞാൻ ചോദിച്ചു പൈസ ആര് കൊടുക്കും? പൈസ ഞങ്ങൾ കൊടുക്കാമെന്ന് പോലീസുകാരെ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇപ്പോൾ ഈ പൈസ കൊടുക്കുന്നത് ഗവൺമെൻറ് ഒന്നും തരാറില്ല, ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്നാണ് ഈ പൈസയൊക്കെ ഞങ്ങൾ കൊടുക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ നമ്മളെ നാട്ടുകാരുടെ പൈസ, ഇപ്പോൾ സർക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ പോലീസുകാരുടെ പൈസയിൽ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വരുത്തരുത്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത്. എന്നിട്ട് സബ് ജയിലിൽ കയറിയപ്പോൾ അവിടുത്തെ പോലീസുകാർക്ക് തന്നെ അറിയാം. കാരണം മുമ്പ് ഒരു അടിയൊക്കെ ഉണ്ടായി, അവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് നിന്നിരുന്നതാണ്. അവന്മാർ ഇവനകത്തോന്നുള്ളൊരു അത്ഭുതം. കാരണം അവിടുത്തെ 2 പോലും അത് വേറൊരു കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോലീസുകാരൻ പറഞ്ഞു ഓക്കെ ഷർട്ട് അഴിക്കുന്നു പറഞ്ഞു. ഷർട്ട് അഴിച്ച് അവർ പറഞ്ഞു അതിൻ്റെ ലൈവൊക്കെ ഞങ്ങളെ പറ്റിയിട്ട് കണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ കണ്ടിരുന്നു എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഷർട്ട് അഴിച്ചിട്ട് നിന്നിട്ട് അവിടെ എൻ്റർ ചെയ്തപ്പോൾ അവിടെ മതം എന്നെ മുസ്ലിം. അപ്പോൾ ഞാൻ പറഞ്ഞു മതം മുസ്ലിം അല്ല, എനിക്ക് മതമില്ലാന്ന് എഴുതി വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എൻ്റർ ചെയ്തിട്ട് നേരെ സെല്ലിൽ കയറി. അപ്പോൾ അവിടെ മൂലക്കുള്ള സെല്ലാണ് കാസർഗോഡ് സബ് ജയിലിൽ. മൂലക്കുള്ള സെല്ലിൽ അപ്പോൾ അതിനകത്ത് തന്നെ മൂത്രമൊഴിക്കാനൊക്കെ ഉള്ള ഒരു ക്ലോസറ്റ് ഉണ്ട്. അടച്ചിട്ടൊന്നുമില്ല, അത് ഓപ്പണാണ്. അവിടെ ബക്കറ്റിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇവർ വൈകുന്നേരം കൊടുത്ത ഭക്ഷണം എടുത്തു വെക്കും. എന്നിട്ട് രാത്രി കഴിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഒരു പായയും ഒരു പ്ലേറ്റും ഒരു സ്റ്റീൽ ഗ്ലാസും ഒക്കെ തന്നിരുന്നു. അങ്ങനെ ഇതെടുത്തിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. അതായത് ഒരു പായ, ഒരു സ്റ്റീൽ ഗ്ലാസ്, ഒരു സ്റ്റീൽ പാത്രം ഭക്ഷണം കഴിക്കാൻ. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം കാല് നീട്ടിക്കഴിഞ്ഞാൽ വേറൊരുത്തൻ്റെ കാല് തടുക്കും. ഭയങ്കര ഓവർ ക്രൗഡഡാണ്, കൂടുതൽ ആളുകളാണ്, താങ്ങാനാവാത്ത വിധം ആളുണ്ട് അതിനകത്ത്. അപ്പോൾ കാല് നീട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ തലയിൽ ചവിട്ടും. അപ്പോൾ കുറച്ച് കഷ്ടപ്പെടണം അവിടെ കിടക്കാനൊക്കെ. രാവിലെയൊക്കെ ആകുമ്പോൾ ചിലരൊക്കെ അവിടെ ഈ ലുഡു പിന്നെ അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ കളിക്കും. അപ്പോൾ കുറച്ച് പേര് ഇരുന്നിട്ടുണ്ടാവും, മറ്റുള്ളവർക്ക് അവിടെ കിടക്കാൻ സാധിക്കും മര്യാദക്ക്. രാവിലെ എത്ര മണിക്കാണെന്നറിയില്ല നമുക്ക് ഭക്ഷണം കിട്ടും. ഉപ്പുമാവ് അല്ലെങ്കിൽ ചപ്പാത്തി. ഒരു ദിവസം എനിക്ക് ചപ്പാത്തി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഉപ്പുമാവാണ് മെയിൻ. എന്നിട്ട് ഈ സ്റ്റോക്ക് എടുക്കുക. ദുബായിലൊക്കെ ഹിസാബ് എന്ന് പറയും. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അങ്ങനെ പോലീസുകാർ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മുടെ ലോക്കപ്പിൻ്റെ വാതിലിൻ്റെ ബാക്കിൽ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കണം. അപ്പോൾ പോലീസുകാരിങ്ങനെ വന്നിട്ട് സ്റ്റോക്ക് എടുത്തിട്ട് പോകും. 8-8:30 ആകുമ്പോൾ ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ വിടും. പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിക്കാം. അപ്പോൾ ഈ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഒരു ടാങ്കുണ്ട്. ടാങ്കിൽ നിന്ന് അവിടെ ബക്കറ്റ് ഉണ്ടാവും. ആ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പോയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുട്ട് വരെ മറയുള്ളൂ. നിന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണും. ഇരുന്നാൽ കാണില്ല, നിന്ന് കഴിഞ്ഞാൽ കാണും. നമ്മുടെ നാണമൊക്കെ അവിടെ നിന്ന് അങ്ങ് പോകും. കാരണം നിർബന്ധിത അവസ്ഥയിൽ നാട്ടുകാർക്ക് കാണേണ്ടി വരും ഇതൊക്കെ. എനിക്കാണെങ്കിൽ പിന്നെ എൻ്റെ നാണമൊക്കെ ദുബായ് ജയിലിൽ പോയതാണ്. എനിക്കതൊരു കുഴപ്പമില്ല. നമ്മളവിടെ തന്നെ 1ഉം 2ഉം കഴിഞ്ഞ് പിന്നെ വന്ന് അലക്കുക. പിന്നെ അവിടെ നിന്ന് ബക്കറ്റിൽ വെള്ളം എടുത്ത് കുളിക്കും ടാങ്കിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അകത്ത് കയറും. പിന്നെ ഉച്ചക്ക് നമ്മളെ ഇറക്കി വിടും. അപ്പോൾ അവിടുന്ന് ലൈൻ നിന്നിട്ട് ഇങ്ങനെ ഭക്ഷണം വാങ്ങിക്കുക. ഉച്ചക്ക് സാമ്പാർ, വറവ്, ചോറ് ഒക്കെ ഉണ്ടാവും. ഒരു ദിവസം എനിക്ക് അയല വേവിച്ചത് കിട്ടിയിട്ടുണ്ട്. ശനിയാഴ്ച എങ്ങാണ്ട് മട്ടണാണെന്ന് പറഞ്ഞു. അതിനു മുന്നേ പൈസ അടച്ചപ്പോൾ കാരണം തിങ്കളാഴ്ച ആയപ്പോൾ തന്നെ പൈസ അടച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ബോച്ചെ അവിടെ ജീവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ചിലർ പറയാറുണ്ട് ബോച്ചയുടെ ജയിൽ വസ്ത്രമാണ്. അങ്ങനെയല്ല, അത് സെൻട്രൽ ജയിലായിരിക്കും. അത് എനിക്ക് സെൻട്രൽ ജയിലാണെങ്കിലും ഒരാൾ കൺവിക്റ്റഡ് ആയ പിന്നെ, അതായത് ഇപ്പോൾ റിമാൻഡല്ലേ, വിചാരണ തടവാണ്. അപ്പോൾ ഒരാളുടെ ശിക്ഷ വിധിച്ച് അയാൾ കുറ്റവാളിയെന്ന് കണ്ടു കഴിഞ്ഞാലാണ്, ദുബായിലൊക്കെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, കുറ്റവാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാലാണ് അയാൾക്ക് യൂണിഫോം കൊടുക്കുക. ചിലപ്പോൾ സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും യൂണിഫോം കൊടുക്കുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ കണ്ടു സെൻട്രൽ ജയിലൊന്നും പോയിട്ടില്ല, സബ് ജയിലാണ് പോയത്. സബ് ജയിലിൽ എന്തായാലും ഒരാൾക്ക് യൂണിഫോം കൊടുക്കാറില്ല. ഈ ബോബിയെയും സബ് ജയിലാണ് കൊണ്ടുപോയിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ യൂണിഫോം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒക്കെയാണ് എൻ്റെ ജയിൽ അനുഭവം. ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ബോബിയും പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബീഡിയൊക്കെ കിട്ടും, ബിസ്ക്കറ്റ് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാം. ഇത് എല്ലാ ദിവസവും പറ്റില്ല, ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. തിങ്കളാഴ്ചയോ അങ്ങനെ ഒരു ദിവസം
ജയിലിൻ്റെ ആളുകൾ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തരും. ബിസ്ക്കറ്റ്, ചീർപ്പ്, അങ്ങനെ എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ബീഡിയൊക്കെ സ്മഗ്ലിംഗ് ആണെന്ന് തോന്നുന്നു. ഏതെങ്കിലും പോലീസുകാർ കൊണ്ടു കൊടുക്കുന്നതായിരിക്കാം. അപ്പോൾ അവിടെ ബീഡിയൊക്കെ ഒരു ബീഡി ഒരു കൂട്ടം ആൾക്കാരിരുന്ന് വലിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ശല്യമാണ്. ജയിലല്ലേ, നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ജയിൽ സംഗതി. ബോബി എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ മിക്കവാറും കേരളത്തിലെ ജയിലുകളിൽ ഏകദേശം ഒരേ രീതി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.